IPL വാതുവയ്പ് കേസിൽ കുറ്റവിമുക്തനായ ശ്രീശാന്ത് ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചു. എറണാകുളം ഇടപ്പള്ളി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്തിയത്. മൈതാനത്ത് ശ്രീശാന്തിന് നാട്ടുകാരും സുഹൃത്തുക്കളും വരവേൽപ്പ് നൽകി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളിക്കളത്തിൽ തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീശാന്ത് പറഞ്ഞു. എറണാകുളം ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ശ്രീശാന്തിന് ഇടപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നൽകിയത്. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ശ്രീശാന്തിനെ ഇവർ വരവേറ്റത്. ശ്രീശാന്തിന്റെ 13ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചിരുന്നതാണ് എറണാകുളം ക്രിക്കറ്റ് ക്ലബ്ബ്. അന്ന് ശ്രീയുടെ കോച്ചായിരുന്ന സതീഷ് സാറിനാണ് ശ്രീശാന്ത് ആദ്യ പന്തെറിഞ്ഞതും. താൻ കഴിഞ്ഞ 9 മാസമായി ബോളിംഗ് പരിശീലനം നടത്തിയിരുന്നില്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ പരിശീലനം നടത്തി ടീമിലെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രീശാന്ത് പറഞ്ഞു. വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഞാൻ പിള്ളേരാണ് അണ്ടർ 14 കളിച്ച ഒരു അർജുൻ എന്ന് പറഞ്ഞ പയ്യനെ ആദ്യമായിട്ടും ബോൾ ചെയ്ത് ഞാൻ പിന്നെ ഒരു പൊക്കോൾ പയ്യനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഞാൻ എന്തായാലും എടപ്പള്ളി സ്കൂളിൽ ഞാൻ പണ്ട് ടെന്നീസ് ബോൾ കളിച്ച സ്ഥലമാണ് അത്. ഇവിടെ നമ്മൾ ചെറുതായിട്ട് എറണാകുളം ക്ലബിനെ വെച്ചാണ് ശിവകുമാർ സാറാണ് എൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ ശിവകുമാർ സാറിൻ്റെ കീഴിലായിരുന്നു ഞാൻ പണ്ട് പ്രാക്ടീസ് കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ തന്നെ വീണ്ടും ഇന്നലെ തുടങ്ങിയപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞത് വൈകുന്നേരം രാവിലെ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വൈകുന്നേരം വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഒരു ദിവസം വൈകിട്ട് ഇന്ന് തുടങ്ങി. ശ്രീശാന്തിനോടൊപ്പം ശ്രീശാന്തിന്റെ അച്ഛനും പരിശീലനം കാണാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിലവിളക്ക് വിവാദത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നത. വിഷയത്തിൽ KM ഷാജിയെ ലീഗ് നേതൃത്വം തള്ളി. ഇസ്ലാം വിശ്വാസികൾ നിലവിളക്ക് കൊളുത്തേണ്ട എന്നാണ് മുസ്ലിം ലീഗ് നിലപാടെന്ന് IT മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതേസമയം നിലവിളക്ക് കത്തിക്കുന്നതും കത്തിക്കാത്തതും വ്യക്തിപരമായ കാര്യമാണെന്ന് MK മുനീർ വ്യക്തമാക്കി. നിലവിളക്ക് വിഷയത്തിൽ മുസ്ലിം ലീഗിന് വ്യക്തമായ നിലപാടുണ്ടെന്ന ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിടും മുമ്പ് ETയുടെ നിലപാടിനെ തള്ളി മന്ത്രി MK മുനീർ രംഗത്തെത്തി. നിലവിളക്ക് കത്തിക്കുന്ന കീഴ്വഴക്കം ലീഗിനില്ല എന്നായിരുന്നു ET മുഹമ്മദ് ബഷീർ പറഞ്ഞത്. ഞങ്ങൾ ഈ കാലം വരെ എടുത്തു പോന്നിട്ടുള്ള ഒരു സമീപനമുണ്ട്. എന്താ സമീപനം എന്ന് വെച്ചാൽ ഞങ്ങൾ നിലവിളക്ക് കൊളുത്താറില്ല ഫംഗ്ഷനിൽ. ഒരു കൺവെൻഷനാണ്. ആ കീഴ്വഴക്കം തന്നെ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിലവിളക്ക് കത്തിക്കുന്നതും കത്തിക്കാത്തതും വ്യക്തിപരമായ കാര്യമാണെന്നും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ യാതൊരു പ്രമേയവും ഇറക്കിയിട്ടില്ല എന്നും നിലവിളക്ക് കത്തിക്കണമെന്നോ കത്തിക്കരുതെന്നോ പാർട്ടി പറയുന്നില്ല എന്നും മുനീർ പറഞ്ഞു. അത് എല്ലാവരുടെയും വ്യക്തിപരമായ വിഷയമാണ്. ഇതിന് പാർട്ടി ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല, കത്തിക്കണോ കത്തിക്കണ്ടേ എന്നുള്ളത്. അവനവന്റെ വിശ്വാസം വ്രണപ്പെടാത്ത തരത്തിൽ തീരുമാനമെടുക്കാൻ വ്യക്തികൾക്ക് അവകാശമുണ്ടെന്നും മറ്റു പാർട്ടികളൊന്നും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തിടത്തോളം മുസ്ലിം ലീഗ് മാത്രം ഇതിൽ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്നത് സങ്കുചിത മനോഭാവം മൂലമാണെന്നും മുനീർ തുറന്നടിച്ചു. ഒരു പാർട്ടിയും വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞൊരു പ്രമേയം എടുത്തിട്ടില്ല. അപ്പോൾ ലീഗ് മാത്രം പ്രമേയം എടുക്കണം എന്ന് പറയുന്നത് സങ്കുചിതമായ താല്പര്യമാണ്. വ്യക്തിപരമായി പിന്നെ ഓരോരുത്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിർബന്ധിക്കാനുള്ള യാതൊരു അധികാരവും ആർക്കും ഇല്ലതാണ്. മുസ്ലിം ലീഗിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഭിന്നതയാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങുകളിൽ നിലവിളക്ക് കത്തിക്കുകയില്ല എന്ന മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാടിനെതിരെ ലീഗിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായമാണ് നിലനിന്നിരുന്നത്. തലമുതിർന്ന നേതാവായ ET മുഹമ്മദ് ബഷീറിനെ തള്ളി മുനീർ പരസ്യമായി രംഗത്ത് വന്നതുകൂടെ കണക്കിലെടുക്കുമ്പോൾ ലീഗിലെ ഭിന്നത നിലവിളക്ക് വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് വ്യക്തം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ശിരോവസ്ത്രം വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മതസാമുദായിക നേതാക്കൾ. മുസ്ലിം ലീഗും വിവിധ ക്രൈസ്തവ സംഘടനകളുമാണ് കോടതി നിലപാടിനെ എതിർത്ത് രംഗത്ത് എത്തിയത്. സംഭവം ദൗർഭാഗ്യകരമാണെന്ന് VM സുധീരൻ പ്രതികരിച്ചു. ശിരോവസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗും വിവിധ സാമുദായിക സംഘടനകളും രംഗത്തെത്തിയത്. സുപ്രീം കോടതി വിധി തെറ്റാണെന്നും വിശ്വാസത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ കോടതിക്ക് അവകാശമില്ലെന്നും ഭരണഘടനാ അവകാശത്തെ കോടതി മാനിച്ചില്ലെന്നും ET മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടു. അതായത് ശിരോവസ്ത്രം അണിയണം എന്ന് പറയുന്നതിന് വിശ്വാസപരമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതിപ്പോൾ കുറച്ചങ്ങ് മാറ്റി വെച്ച ഉടനെ സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി അങ്ങ് പറഞ്ഞു എന്നുള്ളത് ശരിയാന്ന് പറയാൻ നമ്മളാരുമില്ല. സുപ്രീം കോടതി അക്കാര്യത്തിൽ നടത്തിയ പരാമർശം തെറ്റാണ്. ലത്തീൻ കത്തോലിക്ക സഭയടക്കമുള്ള ക്രിസ്ത്യൻ സാമുദായിക സംഘടനകളും കോടതി നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തി. ഇങ്ങനെയുള്ള മതപരമായ വേഷങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അത് വെറും ഒരു വേഷമാണെന്നോ വേഷം കെട്ടലാണെന്നോ സുപ്രീം കോടതി പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആണ് സുപ്രീം കോടതി ഉദ്ദേശിച്ചതെങ്കിൽ ഒരുപക്ഷെ അത് അതിൽ കവിഞ്ഞ ഒരു പരാമർശമായി പോയി എന്ന് മനസ്സിലാക്കേണ്ടതായി വരും. എന്നാൽ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണെന്നും ഇക്കാര്യം പഠിച്ച ശേഷം മാത്രം പ്രതികരിക്കാമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ശിരോവസ്ത്ര വിവാദത്തിൽ മുസ്ലിം ലീഗ് നിലപാട് രാജ്യദ്രോഹപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ
ഭരണഘടനയെ എതിർക്കുന്നവർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കണമെന്നും മുരളീധരൻ പാലക്കാട് പറഞ്ഞു. ഇവിടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുമ്പോൾ ഏതൊരു പ്രത്യേക മതവിഭാഗം പറയുന്നു ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവർ ഈ നാട്ടിലെ പൗരന്മാരായിട്ട് നിൽക്കാൻ അവർക്ക് അർഹതയുണ്ടോ എന്നുള്ളതാണ് അവർ സ്വയം ചോദിക്കുന്നത്. ആ രാഷ്ട്രീയ പാർട്ടി നാട്ടിലെ പൊതു നിയമത്തിനെതിരായിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുമ്പോൾ അത് കോടതിയെ വെല്ലുവിളിക്കലാണ്. കോടതിയെ വെല്ലുവിളിക്കൽ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കലാണ്. ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ ഭരണഘടന എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആൾക്കാർ അത് ഈ നാട്ടിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കലാണ്, ഈ നാട്ടിന്റെ നിയമത്തെ വെല്ലുവിളിക്കലാണ്. സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാരിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ ഹിന്ദു ഐക്യവേദിയുടെ കയ്യിൽ എത്തിയതിനെതിരെയാണ് ഹൈക്കോടതി വിമർശനമുന്നയിച്ചത്. ദേവസ്വം കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചീഫ് വിജിലൻസ് ഓഫീസറെ നിയമിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. വി ഗോപാലകൃഷ്ണൻ IPSനെ ദേവസ്വം വിജിലൻസ് SP ആക്കരുതെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയോടൊപ്പം സർക്കാരിന്റെ കയ്യിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഫയലുകൾ ഹിന്ദു ഐക്യവേദിയുടെ കയ്യിലെത്തിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിലേക്ക് അതീവ രഹസ്യമെന്ന് രേഖപ്പെടുത്തി അയച്ച കുറിപ്പും വിവരാവകാശ നിയമപ്രകാരം പുറത്തായി. സുതാര്യതയുടെ പേരിൽ ഇത്തരം രേഖകൾ പരസ്യമാകുന്നതിൽ കോടതി അത്ഭുതവും രേഖപ്പെടുത്തി. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ദേവസ്വം വിജിലൻസിൽ നിയമിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ DGP എതിർത്ത ഗോപാലകൃഷ്ണന്റെ പേരും കൂട്ടിച്ചേർത്താണ് സർക്കാർ കോടതിയിൽ പാനൽ സമർപ്പിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തായിരുന്നു ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. മുഖ്യമന്ത്രി മാത്യു അച്ചാടന്റെ ബന്ധുക്കളെ സന്ദർശിച്ചു. ഡോക്ടർമാരോട് മുഖ്യമന്ത്രി ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി എയർ ആംബുലൻസ് സംവിധാനം ഉപയോഗപ്പെടുത്തി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ കൊച്ചി ലിസി ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് അധികൃതരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചത്. തുടർന്ന് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടനെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഏത് ദൗത്യവും മനസ്സുവെച്ചാൽ നേടാൻ സാധിക്കുമെന്ന് ഇതോടെ തെളിഞ്ഞുവെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ജീവൻ ഏതു വിധേനയും രക്ഷപ്പെടുത്താൻ ഭാവിയിലും എയർ ആംബുലൻസ് സംവിധാനം ഉപയോഗിക്കുന്നത് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. എയർ ആംബുലൻസ് ലഭ്യമാക്കിയതിന് നേവിക്കുണ്ടായ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിലെ വിജയം നമുക്കിനി എന്ത് എന്ന ചോദ്യത്തിന് മറുപടി കൂടി ഉണ്ടാകാൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള സൗകര്യങ്ങൾ ഭാവിയിലും ലഭ്യമാക്കാൻ, വിലപ്പെട്ട ജീവനുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വിനിയോഗിക്കുന്ന കാര്യം വളരെ ഗൗരവത്തോടെ ആലോചിക്കും. മന്ത്രി കെ ബാബു, KV തോമസ് MP, MLA-മാരായ ഹൈബി ഈഡൻ, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അതേസമയം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞു. അടുത്ത ദിവസം തന്നെ വെന്റിലേറ്റർ മാറ്റാനാണ് തീരുമാനമെന്നും ഡോക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തുമ്പിക്കൈ മുറിഞ്ഞു തൂങ്ങിയ നിലയിൽ കോതമംഗലത്ത് കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം പാളി. വെടിയേറ്റ ആന അക്രമാസക്തനായി. ഒരു വനപാലകനടക്കം 6 പേർക്ക് പരിക്കേറ്റു. കൃഷിയിടങ്ങളും ആന നശിപ്പിച്ചു. മാമലക്കണ്ടത്ത് ഇറങ്ങിയ ആന വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നേരെയുള്ള പരാക്രമം തുടരുന്നതിനിടെയാണ് മയക്കുവെടിയുതിർത്തത്. മൂന്നാർ ACF അഷ്റഫ്, തേക്കടിയിൽ നിന്നും എത്തിയ ഡോക്ടർ ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയ്ക്കു നേരെ വെടിയുതിർത്തത്. 2 തവണ മയക്കുവെടി വെച്ചിട്ടും ആനയെ നിലയ്ക്ക് നിർത്താനായില്ല. ആന കാട് കയറുന്നതിനിടെ പിന്തുടർന്ന സംഘം 3ാമതും വെടിയുതിർത്തതോടെയാണ് ആന അക്രമാസക്തമായത്. ഒരു വനപാലകനടക്കം 6 പേർക്ക് പരിക്കേറ്റു. ഇവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരു ആന ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന നല്ല ഒരു ഈറ്റച്ചോലയാണ്. ഒരിക്കലും നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട് അവിടെ ചെന്ന് വീണ്ടും ആനയ്ക്ക് ഒന്നും മയക്കോടി വെടിക്കാൻ ചെന്നപ്പോഴാണ് ആന തിരിഞ്ഞു വന്നത്. കാറിക്കൊണ്ട് തിരിഞ്ഞു വന്ന സമയത്താണ് ആൾക്കാർ ഓടിയതാണ്. ഓടിയ സമയത്ത് എല്ലാവർക്കും ഈ 12 പേര് 12 സ്ഥലത്തോട്ട് പോയി കുഴിയിലെല്ലാം വീഴുകയും അങ്ങനെ ഒരാളുടെ കണ്ണിൽ കമ്പ് കൊള്ളുകയും കൈ മുറിയുക, ശരീരം മൊത്തത്തിൽ എല്ലാവർക്കും ഓടി നടന്ന എല്ലാവരും വീണു. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ ആന ഏതാനും കുടിലുകളും സമീപത്തെ സ്കൂളിന്റെ കെട്ടിടവും തകർത്തു.
ആനയുടെ ശല്യം സഹിക്കാൻ പറ്റാതായതോടെ നാട്ടുകാർ പ്രക്ഷോഭം തുടങ്ങി. ഇതേ തുടർന്നാണ് അധികൃതർ മയക്കുവെടി വെച്ചത്. ഇപ്പോൾ കാട്ടിലേക്ക് പിൻവാങ്ങിയ ആന ഇനി തിരിച്ചെത്തിയാൽ എങ്ങനെ പ്രതിരോധിക്കും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആനവേട്ട കേസ് അട്ടിമറിക്കാൻ ആസൂത്രിതമായ നീക്കം. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വ്യാജമൊഴി സൃഷ്ടിച്ചതായി വിജിലൻസ്. ആനവേട്ട സംഘത്തിലെ പാചകക്കാരൻ കുഞ്ഞുമോന്റെ പേരിലാണ് വ്യാജമൊഴി. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ ശിവകുമാറിനെ കുടുക്കാനാണ് നീക്കം. അതേസമയം ഇടമലയാറിൽ വേട്ടക്കാർ കൊലപ്പെടുത്തിയത് എന്ന് കരുതുന്ന ഒരു ആനയുടെ അവശിഷ്ടം കൂടി കണ്ടെത്തി. മുംബൈ സ്ഫോടന കേസിലെ പ്രതി യാക്കൂബ് മേമനെ തൂക്കിലേറ്റരുത് എന്ന ട്വീറ്റ് പ്രമുഖ ബോളിവുഡ് താരം സൽമാൻ ഖാൻ പിൻവലിച്ചു. ഇത്തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചതിൽ സൽമാൻ നിരുപാധികം മാപ്പ് ചോദിച്ചു. തന്റെ ട്വീറ്റ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയതാണ് എന്ന് സൽമാൻ പറഞ്ഞു. കേസിൽ യാക്കൂബ് മേമൻ നിരപരാധിയാണെന്നും ടൈഗർ മേമനെയാണ് തൂക്കിലേറ്റേണ്ടിയിരുന്നതെന്നുമായിരുന്നു സൽമാൻ ഖാൻ ട്വിറ്ററിലൂടെ അഭിപ്രായപ്പെട്ടത്. നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നത്തെ കാവ്യവൽക്കരിച്ചതായി പരാതി. ഭാഗ്യചിഹ്നത്തിന്റെ കഴുത്തിൽ താമര അടയാളം ചാർത്തി. നടപടിക്കെതിരെ കലാകാരന്മാർ രംഗത്തെത്തി. ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്ത ചിത്രമാണ് വിവാദമായിരിക്കുന്നത്. സുന്ദരി തവള എന്നാണ് ഇത്തവണത്തെ ചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ തവളയുടെ കഴുത്തിൽ ഒരു ദേശീയ പാർട്ടിയുടെ ചിഹ്നമാണ് ലോക്കറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനമാണ് ഇത്തരത്തിലുള്ള ചിഹ്നം തിരഞ്ഞെടുക്കാൻ സംഘാടകരെ പ്രേരിപ്പിച്ചതെന്നും ചിത്രകാരന്മാർ പറയുന്നു. കൊച്ചുകുട്ടിക്ക് കണ്ടാൽ പോലും കൗതുകവും അവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലളിതവുമായിരിക്കണം. അല്ലാതെ ഒരു പെയിൻറ്റിംഗ് അല്ല ഭാഗ്യചിഹ്നമായിട്ട് വരേണ്ടത്. ഈ പ്രാവശ്യത്തെ വള്ളംകളിയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയത് കേന്ദ്രത്തിലെ ഭരണമാറ്റം അനുസരിച്ച് ഒരു താമരപ്പൂ ആണ് അതിൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഇലക്ഷൻ ചിഹ്നമാണ്. അതുപോലെ തന്നെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ കാവ്യവൽക്കരണത്തിൻ്റെ ചിന്താഗതിയുടെ ഫലമായിട്ട് ഒരു താമര, ഒരു കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ ഇലക്ഷൻ ചിഹ്നം ഈ എംബ്ലത്തിൻ്റെ ഉള്ളിൽ മനഃപൂർവ്വമായി ആഡ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. സാധാരണഗതിയിൽ ഭാഗ്യചിഹ്നം ക്ഷണിക്കുമ്പോൾ പെയിന്റിങ്സുകൾ സ്വീകരിക്കാറില്ല. ഇത് ജഡ്ജിംഗ് കമ്മിറ്റിയുടെ നിലവാര തകർച്ചയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഇവർ പറയുന്നു. മാത്രമല്ല, മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ പ്രതീകമായി നടക്കുന്ന നെഹ്റു ട്രോഫി ജലമേളയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം പതിച്ചതും നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തെ തന്നെ കളങ്കപ്പെടുത്തുന്നതാണെന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 2001 കോൺഗ്രസ് വിട്ടതും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചതും തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ലെന്നും 30 വർഷത്തിലേറെ കോൺഗ്രസിന് വേണ്ടി ജീവിതം ഹോമിച്ച തന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റതുകൊണ്ടാണെന്നും ചെറിയാൻ ഫിലിപ്പ്. കേരള ശബ്ദം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഇടനാഴികളിൽ എന്ന ആത്മകഥയിലാണ് ചെറിയാൻ ഫിലിപ്പ് ഇക്കാര്യം പറയുന്നത്. തന്റെ ഹോം സീറ്റായ തിരുവനന്തപുരം വെസ്റ്റിൽ തന്നെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഉമ്മൻചാണ്ടി അവിടേക്ക് MV രാഘവനെ നിർബന്ധപൂർവ്വം കൊണ്ടുവന്നത്. ദയവ് തോന്നിയ കെ കരുണാകരൻ നോർത്ത് സീറ്റ് തനിക്ക് വേണ്ടി വിട്ടുതരാൻ തയ്യാറായിരുന്നു. തന്റെ അഭിപ്രായപ്രകാരം കരുണാകരൻ നിർദ്ദേശിച്ച കെ മോഹൻകുമാറിനെ അവസാന നിമിഷം ഒഴിവാക്കുന്നത് വഞ്ചനയായതുകൊണ്ടാണ് കരുണാകരന്റെ ഓഫർ താൻ നിരസിച്ചത്. നോർത്തിൽ തോൽക്കുമെന്ന ഒരു ഭയപ്പാടും അന്നുണ്ടായിരുന്നില്ല. പുതുപ്പള്ളിയിൽ പരാജയപ്പെട്ടെങ്കിലും ആ പോരാട്ടം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമാണെന്നും ചെറിയാൻ ഫിലിപ്പ് ആത്മകഥയിൽ പറയുന്നു. നടൻ ജഗതി ശ്രീകുമാറിന്റെ ചികിത്സയ്ക്കായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മകൾ ശ്രീലക്ഷ്മി ശ്രീകുമാർ. ജഗതിക്ക് നിലവിൽ നൽകുന്ന ചികിത്സയിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹത്തെ പരിചരിക്കാൻ തന്നെ അനുവദിക്കണമെന്നുമാണ് ശ്രീലക്ഷ്മിയുടെ ആവശ്യം. JB ജംഗ്ഷനിൽ കൈരളി TV ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീലക്ഷ്മിയുടെ പ്രതികരണം. JB ജംഗ്ഷൻ കൈരളി TVയിൽ 10 മണിക്ക് സംപ്രേഷണം ചെയ്യും. ഒപ്പം പീപ്പിളിലും സംപ്രേഷണം ചെയ്തു. നടൻ ജഗതി ശ്രീകുമാറിന്റെ ചികിത്സയ്ക്കായി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് മകൾ ശ്രീലക്ഷ്മി ശ്രീകുമാർ. നിലവിലുള്ള ചികിത്സകളെ പുനഃപരിശോധിക്കാനും നല്ല ചികിത്സ ഉറപ്പുവരുത്താനും സ്വതന്ത്രമായി അദ്ദേഹത്തെ പരിചരിക്കാനുമുള്ള സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യവുമായാണ് ശ്രീലക്ഷ്മി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്യാനും വേണ്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 3 വർഷം അവർക്ക് വേണ്ടി ഞാൻ സൈലന്റ് ആയി. 3 വർഷം അവര് അച്ഛനെ നോക്കി. 3 വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം × 3. അപ്പോൾ എത്ര ദിവസങ്ങളാണ് ഞാൻ കരഞ്ഞുറങ്ങിയ ദിവസങ്ങൾ. ഇന്നും എൻ്റെ മനസ്സിൽ വിഷമങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും സ്വന്തം അച്ഛനാണ്. അച്ഛനെ എന്തൊക്കെ വന്നാലും അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പഴയ പോലെ ആവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛനെ കാണാൻ കോടതി വിധി ഉണ്ടായിട്ടും 3 വർഷം താൻ കാത്തിരുന്നു. ഇനി കോടതിയെ സമീപിക്കുക മാത്രമാണ് തന്റെ മുന്നിലുള്ള മാർഗമെന്നും ശ്രീലക്ഷ്മി പറയുന്നു. ഇതിനായി ചികിത്സിച്ച ഡോക്ടർമാരുടെ സഹായവും ശ്രീലക്ഷ്മി പ്രതീക്ഷിക്കുന്നുണ്ട്.
അച്ഛനൊന്ന് സംസാരിച്ചു കണ്ടാൽ മതിയെന്നാണ് തന്റെ ആഗ്രഹം. നിലവിൽ അച്ഛന് നൽകുന്ന ചികിത്സയിലും സുരക്ഷിതത്വത്തിലും തനിക്ക് ആശങ്കയുണ്ടെന്നും ശ്രീലക്ഷ്മി JB ജംഗ്ഷനിൽ പറഞ്ഞു. എനിക്ക് അവരുടെ സിറ്റുവേഷൻ അവരുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സംശയമുണ്ട്. ജഗതി അപകടത്തിൽപ്പെട്ടതിന് ശേഷം പലതരത്തിലുള്ള ഉപദ്രവങ്ങളാണ് തങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്നത്. ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നും അമ്മ കല JB ജംഗ്ഷനോട് പങ്കുവച്ചു. ആ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം അവള് വെളിയിലിറങ്ങുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയാ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ ചേട്ടന് ആക്സിഡൻറ്റ് പറ്റിയ സമയം തന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ കൊണ്ട് പുറത്തിറങ്ങുന്ന വളരെ സൂക്ഷിക്കണം, അവർ ഭയങ്കര ദേഷ്യത്തിലും കരുതലോടെ ഇരിക്കുകയാണ്, ഇനി അടുത്ത ലക്ഷ്യം ശ്രീലക്ഷ്മി തന്നെയാണ്. തന്നെ ഭർത്താവിനെ കാണാൻ അനുവദിച്ചില്ലെങ്കിലും മകളെ അവളുടെ അച്ഛനെ കാണാൻ അനുവദിക്കണമെന്നാണ് ഈ അമ്മയുടെ ആവശ്യം. അതിനാൽ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകാൻ എല്ലാവിധ പിന്തുണയുമായി അമ്മ കലയുമുണ്ട് ശ്രീലക്ഷ്മിക്കൊപ്പം. ന്യൂസ് ഡെസ്ക്. നന്ദിലത് ജി മാർട്ടിന്റെ 22ാമത് ഷോറൂം പെരുമ്പാവൂരിൽ പ്രവർത്തനം തുടങ്ങി. സാജു പോൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ KMA സലാം, ഓൾട്ടാസ് CEO പ്രദീപ് ബക്ഷി, നന്ദിലത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്, ഷൈനി ഗോപു, ചന്ദ്രൻ നന്ദിലത്ത്, അർജുൻ നന്ദിലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കായി ജിമാർട്ട് വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും ഓരോ LED TV നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്ന പദ്ധതിയും അവതരിപ്പിച്ചു. ഷൈനി ഗോപു നന്ദിലത്തും അർജുൻ നന്ദിലത്തും ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു.